ഈ ബ്രത്ത് അനലൈസർ പരിശോധന കടുപ്പിച്ചതിന് പിന്നിൽ കമ്മീഷൻ തട്ടാനുള്ള നീക്കമെന്നാണ് ആരോപണം. KSRTC കഴിഞ്ഞ ദിവസം അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഡ്യൂട്ടി തുടങ്ങുന്നതിന് മുൻപ് സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസിൽ പോയി ബ്രത്ത് അനലൈസർ പരിശോധനയ്ക്ക് വിധേയമാകണമെന്നുള്ളതാണ്. ഈ ഡിപ്പോ ഒന്നിന് 2 അനലൈസുകൾ വാങ്ങിയതിലാണ് ഇപ്പോൾ ആക്ഷേപം ഉയരുന്നത്. ജോലി തിരക്കുള്ള സ്റ്റേഷൻ മാസ്റ്റർ എങ്ങനെ എല്ലാ ജീവനക്കാരെയും പരിശോധിക്കുമെന്നും ചോദ്യങ്ങളുണ്ട്. ഇങ്ങനെ ചോദ്യങ്ങൾ ഒരുപാട് ഉയർന്നിട്ടുണ്ടായിരുന്നു. പ്രജിത് മോഹനൻ തുടരുന്നുണ്ട്. പ്രജിത്ത്, ഈ കഴിഞ്ഞ ദിവസം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ തുടക്കത്തിൽ ജോലി തുടങ്ങുമ്പോൾ പോയി ഇത് പരിശോധിക്കുക എന്നുള്ളതാണ്. പിന്നീട് അവർ ഒരു പരിശോധനയ്ക്ക് വിധേയമാകുന്നില്ല. അത് തന്നെ ഒരു വലിയ ആക്ഷേപമായി നിലനിന്നിരുന്നു. പക്ഷേ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ മനസ്സിലാവുന്നത്. പ്രജിത്ത്, അങ്ങനെ തന്നെയാണ്. കാരണം ഈ KSRTC മദ്യപിക്കുന്ന ജീവനക്കാരെ പിടികൂടാനെന്ന പേരിലാണ് ഈ ബ്രത്ത് അനലൈസർ പരിശോധന വ്യാപകമാക്കാനുള്ള ഒരു തീരുമാനം കൊണ്ടുവന്നത്. അത് കൂടുതൽ കർശനമാക്കുമെന്ന നിർദ്ദേശവും നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി വിവിധ ഡിപ്പോകളിൽ 2 വീതം ബ്രത്ത് അനലൈസർ യൂണിറ്റുകൾ വാങ്ങി നൽകുമെന്നും ഉള്ള നിർദ്ദേശം അല്ലെങ്കിൽ അതങ്ങനെയുള്ള പ്രഖ്യാപനവും കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. പക്ഷേ ജീവനക്കാരുടെ സംഘടനകളടക്കം വലിയ വിമർശനമാണ് അല്ലെങ്കിൽ വലിയ പരിഹാസമാണ് ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഈ എന്തിനാണ് 2 യൂണിറ്റുകൾ ഒരു ഡിപ്പോയിൽ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് അവർ ആദ്യമായി ചോദിക്കുന്നത്. അതിനവർ കാരണമായി പറയുന്നത് ഈ ബ്രത്ത് അനലൈസർ യൂണിറ്റുകൾ വാങ്ങുമ്പോൾ അതിന് ലക്ഷങ്ങൾ ചെലവ് വരും, അതിൽ നിന്ന് കമ്മീഷൻ അടിക്കാനുള്ള നീക്കമാണ് KSRTC ഉന്നതന്മാർ നടത്തുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ നേരത്തെ ഇൻസ്പെക്ടർമാർ നടത്തി വന്ന KSRTC ഇൻസ്പെക്ടർമാർ നടത്തി വന്ന പരിശോധന, അതും തിരഞ്ഞെടുത്ത യൂണിറ്റുകളിൽ നടത്തി വന്ന മിന്നൽ പരിശോധന, ആ പരിശോധന ഇനി മുതൽ സ്റ്റേഷൻ മാസ്റ്റർ ആളുകൾ, അങ്ങനെ ആ തസ്തികയിലിരിക്കുന്ന ആളുകൾ നിർവഹിക്കണം എന്നുള്ളതാണ് KSRTC നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതേസമയം ഈ പറയുന്ന സ്റ്റേഷൻ മാസ്റ്റർമാരാകട്ടെ ഡിപ്പോകളിൽ പിടിപ്പത് പണിയുള്ളവരാണ്. അവർക്ക് ഡ്യൂട്ടി അസൈൻ ചെയ്യുന്നതടക്കമുള്ള ഒരുപാട് ജോലികൾ നിർവഹിക്കേണ്ടതുണ്ട്. ഇതിനിടയിൽ ഇവർ ഈ പരിശോധനകൾക്കും നേതൃത്വം നൽകണമെന്ന് പറയുമ്പോൾ അത് പരിശോധനകൾ പ്രഹസനമാക്കാനുള്ള ഒരു നീക്കം മാത്രമാണ് എന്നുള്ളതാണ് ഈ സംഘടനകളെല്ലാം ഉയർത്തുന്ന വിമർശനം എന്ന് പറയുന്നത്. അത് പരിശോധനകൾ പൂർണ്ണമായും നടക്കാതെ വരുന്ന സാഹചര്യത്തിൽ ബ്രത്ത് അനലൈസറുകളുടെ ഉപയോഗം പോലും പലപ്പോഴും ഉണ്ടാകില്ല എന്നുള്ളതും ഈ ജീവനക്കാരെല്ലാം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാരണം ഈ ജീവനക്കാർ ഇപ്പോൾ ഓഫീസിലെത്തി സ്റ്റേഷൻ മാസ്റ്ററുടെ മുന്നിലെത്തി പരിശോധനയ്ക്ക് തയ്യാറായാൽ തന്നെ അതിനുശേഷം പോയി 2 അടിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്ന ജീവനക്കാർ പോലും ഉണ്ട്. ഈ പരിശോധനയ്ക്ക് ശേഷം പോയി അടിക്കാമല്ലോ എന്ന് പറയുന്ന കാര്യങ്ങൾ കൂടിയുണ്ട്. എന്തായാലും അങ്ങനെ നേരത്തെ ജീവനക്കാർക്ക് ഒരു ഭയമുണ്ടായിരുന്നു, ഈ മിന്നൽ പരിശോധനകൾ വന്നാൽ പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ അത്തരമൊരു മിന്നൽ പരിശോധന ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ പരിശോധന എപ്പോഴാണ് കൃത്യം എന്നുള്ളത് കാര്യം കൃത്യമായി അറിയാവുന്നത് കൊണ്ട് തന്നെ അങ്ങനെ മദ്യപിക്കുന്ന ജീവനക്കാർ പെടുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളതും ഈ നിലവിലുള്ള നിർദ്ദേശങ്ങൾക്കുള്ള വിമർശനമായി ഉയർന്നു വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ചൂണ്ടിക്കാട്ടുന്നത് ഒരു ഡിപ്പോയ്ക്ക് 2 ബ്രത്ത് അനലൈസർ യൂണിറ്റുകൾ വാങ്ങുമ്പോൾ ചെലവ് വരുന്ന ലക്ഷങ്ങൾ, അതിൻ്റെ സർവീസിനടക്കം വേണ്ടി വരുന്ന പിന്നെയും വേണ്ടി വരുന്ന 10,000-ങ്ങൾ, ഇതിൽ നിന്നെല്ലാം KSRTC ഉന്നത ഉദ്യോഗസ്ഥർക്കും മറ്റ് രാഷ്ട്രീയക്കാർക്കും അടക്കമുള്ള ആളുകൾക്ക്, സംഘടനകൾക്കും അല്ലെങ്കിൽ ചില സംഘടനകൾക്കും അടക്കമുള്ള നേതാക്കൾക്കടക്കമുള്ള ആളുകൾക്ക് വലിയ കമ്മീഷൻ ലഭിക്കുമെന്നുള്ള വിമർശനവും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. വീണ. ഓക്കെ, ശരി പ്രജിത്ത്.